നമസ്കാരം. രാജസ്ഥാനിലെ ജോധ്പൂരിലാണ് ഉള്ളത്. ഞങ്ങൾ ഇന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദിലേക്ക് ഒരു യാത്ര പോവുകയാണ്. ജോധ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ എല്ലാ ദിവസവും രാവിലെ 11:50 സബർമതി ഇന്റർസിറ്റി എക്സ്പ്രസിനാണ് ഞങ്ങൾ പോകുന്നത്. സമയം ഇപ്പം 10:20 ഉള്ളൂ. നമുക്ക് ഇനിയും ഒരുപാട് സമയമുണ്ട് അത്രേ. അതിന് പുറമേ തന്നെ ഇതാണ് ജോധ്പൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു പുറത്തേക്കുള്ള ഒരു കാഴ്ച. മുഴുവനും ഓട്ടോ ചേട്ടന്മാരൊക്കെ ഉണ്ട് അവിടെ. അതിന് പുറമേ തന്നെ ഇവിടെ ജോധ്പൂർ എന്നൊക്കെ എഴുതിയിട്ടുള്ള ഒരു ബോർഡൊക്കെ ഉണ്ട് അങ്ങ് അവിടെ. അത് ഹിന്ദിയാണ്. അതുപോലെ തന്നെ ഇവിടെ ഉത്തർ പശ്ചിം റെയിൽവേ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അത് കാരണം അവിടെ വെയിലുണ്ട്, അത് കാരണം കിട്ടുന്നില്ല. ഇവിടെയാണ് ഐ ലവ് സൺ സിറ്റി എന്നുള്ള ഒരു സെൽഫി പോയിന്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ലോക്കോമോട്ടീവ് ഒക്കെ ഉണ്ട്, ഒരു പഴയ ലോക്കോമോട്ടീവ് ആയത്. നമ്മുടെ ദേശീയ പതാക ഇവിടെ തന്നെ ഉണ്ട്. ഞങ്ങൾ ഇതുവരെയായിട്ട് ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല. രാവിലത്തെ ഭക്ഷണം എന്നാൽ ഇവിടെ ഒരുപാട് ഹോട്ടൽസ് ഉണ്ട്. ഇവിടുന്ന് പോയിട്ട് വല്ല പൂരിയേറ്റും കിട്ടുമെങ്കിൽ നോക്കാം. നമുക്ക് ഈ റോഡ് മുറിച്ച് നേരെ അവിടത്തോട്ട് പോവാം. ഞങ്ങൾ ആ ഒരു ഭാഗത്ത് പോയിട്ട് രാവിലെ പൂരി സബ്ജിയൊക്കെ കഴിക്കാനുള്ള ഒരു പ്ലാനോടെ പോയതാണ്. പക്ഷെ അവിടുത്തെ വൃത്തിയൊക്കെ കാണുമ്പം നമ്മളോട് കഴിക്കേണ്ടതാണ് നമ്മുടെ മനസ്സ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ അവിടുന്ന് കഴിച്ചില്ല. ഇനിയിപ്പം ഇവിടെ ട്രെയിനിൻ്റെ ഈ ഒരു പ്ലാറ്റ്ഫോം കയറിയിട്ട് അവിടെ നിന്നും അത് കഴിക്കാം അല്ലേ. മിക്കവാറും കഴിച്ച വല്ല പണി കിട്ടും. അതുകൊണ്ട് തന്നെ വെറുതെ ആയിട്ട് നമ്മളായിട്ട് അല്ല വരുന്നത്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഇവിടെ തന്നെ ഒരു സ്റ്റാച്ചു ഒക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഈ ഒരു ജംഗ്ഷനിൽ തന്നെ. ഇനിയിപ്പോൾ നേരെ ഇതുവഴി നേരെ നമുക്ക് പ്ലാറ്റ്ഫോമിലോട്ട് കയറാം. നമ്മളിവിടെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ ഇവിടത്തോട്ട് കയറിയിരിക്കുകയാണ്. ഇവിടെ തന്നെ ഫുഡ് കോർട്ട് ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ രാവിലെ പൂരി സബ്ജി വാങ്ങിച്ചിരിക്കുകയാണ്. ഇത് ട്രെയിനിൽ കഴിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പകൽ മൊത്തം യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ടല്ലോ, ഇവിടുന്ന് കുറച്ച് ഫ്രൂട്ട്സും കൂടെ വാങ്ങിക്കാം. പഴം, ഓറഞ്ച്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ. എല്ലായിടത്തും QR കോഡ് ഉണ്ട്. ഇത് കണ്ട, ഓൺലൈൻ സ്കാനിങ്. എല്ലാവരും അതുവഴി തന്നെയാണ് പ്രൈസ് കൊടുക്കുന്നത്. ജോധ്പൂർ റെയിൽവേ സ്റ്റേഷൻ്റെ 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ സമയം കറക്റ്റ് 10:59, അതായത് 11 മണി തന്നെ. ഇവിടെയാണ് നമ്മുടെ ട്രെയിൻ വരിക. ഷണ്ടേത് വരും. അങ്ങോട്ട് ഒരു ലോക്കോമോട്ടീവ് പോയിട്ടുണ്ട്, WDP 4B. ഇനിയിപ്പോൾ അത് ഷണ്ടേത് വരാൻ തന്നെ ആയിരിക്കുമോ എന്നറിയില്ല, നോക്കാം നമുക്ക്. ജോധ്പൂർ സബർമതി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഇതാ ജോധ്പൂർ റെയിൽവേ സ്റ്റേഷൻ 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരികയാണ്. ഇതാണ് നമ്മുടെ ലോക്കോമോട്ടീവ്, WDP 4D ഭഗത് കി കോത്തി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. സെക്കൻഡ് AC-യും തേർഡ് AC-യും ഒക്കെ ഉള്ള ഒരു ഇന്റർസിറ്റി എക്സ്പ്രസ് ആണിത്. ഇതിൻ്റെ അൺറിസർവ്ഡ് കോച്ച്. സമയം ഇപ്പോൾ 11:25. ഇപ്പോഴാണ് ഇവിടത്തോട്ട് ട്രെയിൻ വന്നിട്ടുള്ളത്. കുറച്ച് ലേറ്റായി പോയി. ഇനിയിപ്പോൾ പെട്ടെന്ന് തിടുക്കത്തിൽ എല്ലാവരും കയറേണ്ടി വരും. LHV ആണ്, നല്ല പുത്തൻ കോച്ചാണ് എല്ലാം. ഇതിൻ്റെ A1 സെക്കൻഡ് AC. ഞങ്ങൾ ഇതിന് ട്രാവൽ ചെയ്യുന്ന കോച്ച് സ്ലീപ്പറാണ്. സ്ലീപ്പറിൽ S3, അത് ഇവിടെ ആയിട്ട് തന്നെയാണ് വരിക. ഇതിൽ തേർഡ് AC എക്കണോമി ഉണ്ട്, M1 ആണിത്. ഇത് S7. സ്ലീപ്പർ 7 ഉണ്ട് ഇതിൽ. ഇപ്പോഴൊന്നും നമ്മൾ ഈ ഒരു ഭാഗത്ത് എത്തൂല. ഇതാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്ന കോച്ച് S3. ഇത് 2020 നിർമ്മിച്ച കോച്ചാണിത്. ആ ഒരു വർഷം ഉണ്ട് കണ്ട, 20 എന്നുണ്ട് ആദ്യം. അതാണ് കോച്ച് നിർമ്മിച്ച വർഷം. ഇവിടെ ജനറലിന് കയറേണ്ടവരുടെ തിരക്ക് കണ്ട, തുറന്നു. അതിലൂടെ ആൾക്കാർ കയറുക. അതാ ഇടിച്ചു കയറുക എല്ലാവരും. ഇതെല്ലാവരും കയറുന്നുണ്ട്. നമുക്കിതിൻ്റെ ആ ഒരു നെയിം ബോർഡൊന്നും ജസ്റ്റ് നോക്കിയിട്ട് വരാം. ട്രെയിനിൻ്റെ നമ്പറും അതുപോലെ ഇത് റേക്ക് ഷെയറിംഗ് ഉണ്ട് കേട്ടോ. സബർമതി ഇത് ജയ്സാൽമീറിലേക്ക് പോകുന്ന എക്സ്പ്രസ് ആയിട്ട് ഇത് പോകുന്നുണ്ട്. അതുപോലെ ജോധ്പൂരിന് സബർമതിയിലേക്കുള്ള വണ്ടിയായിട്ട് പോകുന്നുണ്ട്. ഇതാണ് നെയിം. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ കോച്ചിൻ്റെ ഭാഗത്തോടെ തന്നെ പോവാം. നല്ല ശബ്ദമാണ് ഇവിടെ എല്ലായിടത്തും. നമ്മൾ ഈ ഒരു S3 കോച്ചിലോട്ട് ഇനി നമുക്ക് കയറാം. ആരും കയറിയില്ല, നമ്മൾ തന്നെ ഫസ്റ്റ് കയറുക. നമ്മളെ ബെർത്ത് വരുന്നത് 67-ഉം 70-ഉം. ട്രെയിനിൽ നല്ല വൃത്തിയാണ്. നമുക്കിവിടെ എല്ലായിടത്തും ചാർജിങ് സോക്കറ്റൊക്കെ അവൈലബിൾ ഉണ്ട്. ബെർത്ത് ആയാലും നോക്കുമ്പോൾ അതിൽ അടിപൊളിയാണ്. ഒരു ഇന്റർസിറ്റി എക്സ്പ്രസ് ആണ് ഇത്. അതിന് സെക്കൻഡ് AC ഉണ്ട്, തേർഡ് AC ഉണ്ട്, സ്ലീപ്പർ ക്ലാസ്സും ഉണ്ട്, ജനറലും ഉണ്ട്. ഏതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാം. ഈ ഒരു ട്രെയിനിൽ ഞങ്ങൾ ഒരാഴ്ച മുന്നെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. കാരണം ഒരുപാട് അവൈലബിലിറ്റി ഉണ്ടായിരുന്നു. ഏകദേശം സ്ലീപ്പറിൽ ഏകദേശം ഒരു 150ഓളം അവൈലബിൾ ഉണ്ടാവുന്ന സമയത്താണ് ബുക്ക് ചെയ്തത്. അതിനുശേഷം ചാർട്ട് പ്രിപ്പയർഡ് ആയില്ലെന്ന്. ആ സമയത്ത് തന്നെ ഏകദേശം ഒരു
115ഓളം ടിക്കറ്റ് ആദ്യമേ കറണ്ട് അവൈലബിൾ ഉണ്ടായിരുന്നു. കാരണം അത് ചിലപ്പം നമ്മുടെ കറണ്ട് ബുക്കിങ്ങിൽ ഇനിയിപ്പോൾ ബുക്ക് ആയിട്ടുണ്ടോ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതെ, അതുപോലെ തന്നെ AC-ലും തേർഡ് AC ആയാലും സ്ലീപ്പർ ഒരുപാട് തന്നെ അവൈലബിൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവൈലബിൾ ഉള്ളത് കൊണ്ട് സ്ലീപ്പർ അവൈലബിൾ ആയതുകൊണ്ട് നമുക്ക് എന്താ അപ്ഗ്രേഡേഷൻ ഒന്നും കിട്ടൂല. പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് ജോധ്പൂരിൽ നിന്ന് സബർമതി ബീച്ച് വരെ സ്ലീപ്പറിൽ ഒരാൾക്കായി വന്നാൽ ടിക്കറ്റ് ചാർജ് വന്നാൽ 305 രൂപയാണ്. അതെ, ഇനിയിപ്പോൾ ഈ ഒരു റൂട്ടിന്റെ കാര്യം പറയുമ്പോൾ ഞങ്ങൾ ഇതിലൂടെ രാത്രിക്ക് ഒരുപാട് തവണ യാത്ര ചെയ്തിട്ടുണ്ട്, പക്ഷെ പകൽ ഇതുവരെ ട്രാവൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ റൂട്ടിലത്തെ റെയിൽവേ സ്റ്റേഷനിലും കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് കാണണമല്ലോ. അത് മാത്രമല്ല വാങ്ങിച്ച് ഭക്ഷണം കഴിക്കണം. ഒരു 10-15 മിനിറ്റ് കൂടി ഉണ്ട്. 4 പൂരി ഉണ്ട്. അതിന് പുറമെ തന്നെ ഒരു സബ്ജി ഉണ്ട്, ഒരു വെജ് കറിയും ഉണ്ട്. കണ്ടിട്ട് തന്നെ നല്ല എരിവുണ്ട് തന്നെ തോന്നുന്നുണ്ട്, അതുകൊണ്ട് കുറച്ച് കൂട്ടിയേക്കാം. പിന്നെ ഈ ഒരു ഇത്രയും വാങ്ങിയതിന് വെറും 70 രൂപ മാത്രമേ ഉള്ളൂ. ആ ഒരു ഫുഡ് കോർട്ട് നല്ല അടിപൊളി ഫുഡ് കോർട്ട് തന്നെ അല്ലേ? അത് കിട്ടുകൊണ്ട് പിന്നെ ബാക്കി എനിക്ക് പുറത്ത് ആദ്യം പറഞ്ഞല്ലോ, പുറത്ത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ പോലും തോന്നില്ല. റെസ്റ്റോറൻറ്റുകളും ഹോട്ടലെല്ലാം കാണുമ്പോൾ ആ ഒരു ഹൈജീൻ കണ്ടിട്ടാണ്. കഴിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് എന്തെങ്കിലും ഒരു പണി കിട്ടിക്കഴിഞ്ഞാലല്ലോ നമ്മുടെ തുടർന്നുള്ള യാത്ര മൊത്തം പോകുന്നതിനെ പറയാം. പണി കിട്ടിയിട്ടുണ്ടല്ലോ നവീൻ, അതുകൊണ്ടല്ലേ. അനുഭവം ഗുരുവാണ്. ജോധ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ കറക്റ്റ് 11:52 തന്നെ വണ്ടി എടുത്തിരിക്കുകയാണ്. കാരണം 2 മിനിറ്റ് മാത്രമേ ഡിലേ ആയുള്ളൂ. അത് കുഴപ്പമൊന്നുമില്ല. ജോധ്പൂർ റെയിൽവേ സ്റ്റേഷനോട് വിടാം. അടുത്ത സ്റ്റോപ്പ് അടുത്ത് തന്നെ ആയി, ഭഗത് കി കോത്തി. 2 കിലോമീറ്ററേ പോകാനുള്ളൂ. ജോധ്പൂർ. സമയം ഇപ്പോൾ 12 മണിയായി. ഭഗത് കി കോട്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുക. ഇവിടുന്ന് നല്ല തിരക്കുണ്ട്. അൺറിസർവ്ഡിൽ തന്നെയാണ് കയറാൻ ഏറ്റവും കൂടുതൽ തിരക്കിതാ. ഇവിടെ തന്നെ കാണാം. ഭഗത് കി കോട്ടി. ഭഗത് കി കോട്ടി റെയിൽവേ സ്റ്റേഷൻ. ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ ജോധ്പൂരിന്റെ ഒരു സാറ്റലൈറ്റ് റെയിൽവേ സ്റ്റേഷനാണ്. അതുപോലെ തന്നെ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് ഇവിടത്തേക്ക് ഒരു ട്രെയിൻ വരുന്നുണ്ട്, 2 ട്രെയിൻ വരുന്നുണ്ട്. മന്നാർഗുഡി ഭഗത് കി കോത്തി എക്സ്പ്രസ്, അതുപോലെ തന്നെ തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് ഇവിടത്തേക്ക് ഒരു ഹംസഫർ കൂടി ഉണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്ന് ഇതുവഴി കടന്നു പോകുന്നുണ്ട് 2 വണ്ടികൾ, സ്റ്റോപ്പില്ല. ഒന്ന് വെച്ചാൽ കൊച്ചുവേളി ശ്രീഗംഗാനഗർ വണ്ടിയും അതുപോലെ തന്നെ നമ്മുടെ കോയമ്പത്തൂർ ഈസാർ വണ്ടിയും. ഈ സ്റ്റേഷനെ കുറിച്ച് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. അതെന്ന് വെച്ചാൽ പാകിസ്ഥാനിലത്തെ കറാച്ചിയുമായിട്ട് ഒരു താർ എക്സ്പ്രസ് ഉണ്ടായിരുന്നു പണ്ട് സർവീസ് നടത്തിയത്. അത് ഇവിടുന്നാണ് പുറപ്പെട്ടിട്ടുണ്ടായത്. ട്രെയിൻ ഇപ്പം 110 km/h എന്ന സ്പീഡിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു മരുപ്രദേശമായത്. അടുത്ത സ്റ്റോപ്പ് ലൂണി. അവിടെ എത്താനായിട്ടില്ല, ഒരു 6 കിലോമീറ്റർ കൂടെ പോകാനുണ്ട്. ഈ ഒരു ഭാഗം ഇങ്ങനെ ചുട്ട് പൊള്ളുക, അത്രയും വെയിലാണ്. ലൂണി റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റേഷൻ അങ്ങ് കാണാം. ലോക്കോമോട്ടീവ് വരെ കാണാം ഇവിടുന്ന്. ഇത്രയും വലിയൊരു കർവ്. സമയം 12:31. ലൂണി ജംഗ്ഷൻ. ഈ ഒരു വെയിലത്തൊക്കെ ഈ ഒരു മരം കാണുമ്പോഴൊക്കെ എന്തൊരു ആശ്വാസം. റെയിൽവേ സ്റ്റേഷനിൽ തന്നെയുണ്ട് മരം. നമുക്ക് അതിൻ്റെ ആ ഒരു ഭാഗത്തോട്ട് പോവാം. ഒരുപാട് മരങ്ങളുണ്ട്. ആൾക്കാരൊക്കെ വെള്ളം എടുക്കാൻ വേണ്ടി പോവുക. അതുപോലെ തന്നെ ഇവിടെ ഇതാ ലൂണി ജംഗ്ഷൻ എന്നുള്ള ഒരു നെയിം ബോർഡ്. ഇവിടെ നമ്മുടെ ട്രെയിന് 3 മിനിറ്റ് സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. ഇത് ഇവിടെ വണ്ടി വന്ന് കിടക്കുക. പിന്നെ ഇവിടെ ഇങ്ങനത്തെ ചെറിയ രീതിയിലുള്ള കച്ചവട സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വിൽക്കുന്ന ഇതൊക്കെ ഉണ്ട്. ഇവിടെ ഒരു മരമുണ്ട്, ഈ ഒരു മരത്തണല് വരാം. പിന്നെ വേറൊരു കാര്യം പറയുന്നുണ്ട്, നമ്മളത് ഇപ്പോഴാണ് മനസ്സിലാക്കി. കാരണം ഞങ്ങൾക്കത് പറയാൻ വിട്ടുപോയതാണ്.
ഒരു അതായത് 2023 നവംബർ മാസം ഞങ്ങൾ ജയ്സാൽമീറിലേക്ക് ഒരു യാത്ര പോയിട്ടുണ്ടായിരുന്നു. സബർമതിന്ന് ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ RICക്കാ പോയത്. ഭയങ്കര ബുദ്ധിമുട്ടേറിയ ഒരു യാത്രയായിരുന്നു. ആ ട്രെയിനാണ് ഇത്. അത് അന്നേരം ഉണ്ടായത് ഉത്കൃഷ്ട കോച്ചാണ് ഉണ്ടായത്. അത് ഇപ്പോൾ LHPയിലേക്ക് മാറിയിരിക്കുന്നു. വെറും LHP അല്ല, ബ്രാൻഡ് ന്യൂ LHP. കാരണം എല്ലാം പുതിയ കോച്ച് തന്നെയാണ്. 1-2 കോച്ചുകൾ മാത്രമേ 2020, അതായത് നമ്മുടെ സ്ലീപ്പറൊക്കെയാണ് 2020. ഇതിലേക്കൂടെ ഐസ്ക്രീമൊക്കെ പോകുന്നുണ്ട് കേട്ടോ. നമുക്ക് ഐസ്ക്രീം ഒന്നും വേണ്ട. അടുത്തൊരു റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടുന്ന് വണ്ടി എടുത്തു. 1 മിനിറ്റാണ് സ്റ്റോപ്പ് ഉണ്ടായത്. സമയം ഇപ്പോൾ 1:16 സമാദടി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ട്രെയിൻ 5 മിനിറ്റിൻ്റെ സ്റ്റോപ്പ്. ഇംഗ്ലീഷിൽ സമാദരി എന്നാണ് ഉള്ളത്. ഈ ഭാഗത്തൊക്കെ കുറച്ച് തണലൊക്കെ ഉണ്ട്. മഴ ഉണ്ടായതുകൊണ്ട് തന്നെ. ഇവിടെ ഒരു വണ്ടി കാണുന്നില്ലേ? ഇത് സബർമതിന്ന് ജോധ്പൂരിലേക്ക് പോകുന്ന എക്സ്പ്രസ്. രണ്ടിനും ഒരേ സമയത്ത് കണ്ടിരിക്കുകയാണ്. ഇതിനിപ്പോൾ ഇവിടെ സീരിയൽ കിട്ടും. ഇപ്പൊ റിട്ടേൺ എത്ര അവിടെ? ഇതൊരു വണ്ടി ഇവിടുന്ന് പോയി. ഒരു തുള്ളി പോലും വെള്ളമില്ല. മാറ്റി വരണ്ടേ കിടക്കുക. എന്തായാലും ഇതാ മണലിങ്ങനെ കാണുക. യൂണി റിവറും കഴിഞ്ഞു. ഇതേപോലത്തെ സ്ഥലത്തേക്ക് കൂടെ തന്നെയാണ് വണ്ടി പോകുന്നത്. പ്രത്യേകിച്ച് ഒന്നും എടുത്ത് കാണേണ്ടതായിട്ട് ഒന്നുമില്ല. ചുട്ടുകൊള്ളുന്ന വെയിൽ മാത്രം. നല്ലൊരു കാഴ്ച. അങ്ങ് അതിലൂടെ ഒരു റോഡ് പോകുന്നുണ്ട്. ഇത് മുഴുവനും മണലാണ് ഈ കാണുന്നത്. അവിടെ ഒരു വീടുണ്ട്. എന്തായാലും നല്ലൊരു സീനറി തന്നെയാണ് കാണാൻ സാധിച്ചു. മൊഗാൽസർ റെയിൽവേ സ്റ്റേഷനിൽ ഇതാ നമ്മുടെ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ഒരു കൂട്ടം ആൾക്കാരത്ര ജനറൽ ക്ലാസ്സിൽ കയറാൻ വേണ്ടി ഓടി വരിക. ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ കാണുന്നൊരു വ്യൂ ഉണ്ട്. അങ്ങ് കിട്ടിലം ബ്യൂട്ടിയാണ്. അവിടെ മുഴുവനും മലനിരകളാണ്. ആ ഒരു മലനിര നമുക്ക് ഈ ഒരു ഭാഗത്ത് തന്നെ കാണാം. കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് നമ്മൾ നേരത്തെ കണ്ടത്. ഇതാണ് പറഞ്ഞത്. ഇവിടുന്ന് നോക്കുമ്പോൾ ചെറുതായിട്ട് തോന്നും, പക്ഷേ നല്ല ഇതുണ്ട് കേട്ടോ. അതിന് നല്ല ഹൈറ്റുള്ള വലിയ മലയത്. ശരിക്കും ഈ ഒരു ഭാഗത്തെല്ലാം താമസിക്കുന്നവർ സമ്മതിക്കണം. കാരണം ഉണ്ടല്ലോ, ഇവിടെ ഇപ്പൊ തന്നെ ചുട്ടു പൊള്ളയെന്ന്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ മഴയൊന്നും ഇല്ലല്ലോ. മഴയല്ല. ഇപ്പൊ ഇവിടെ നിലത്തന്നെ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അത് ഓംപ്ലേറ്റ് ആയിട്ട് എടുക്കാം. അത്രയും ചൂടാന്ന് ഇവിടെ. സത്യം. ആ ഒരു മല ഇവിടുന്ന് കറക്റ്റ് ആയിട്ട് കാണാം. ഇതിലൂടെ ഒരു ജീപ്പൊക്കെ പോകുന്നുണ്ട് കേട്ടതാ. ബാന്ദ്രയിൽ ബാട്ട്മേറിലേക്ക് പോകുന്ന ഹംസഫർ എക്സ്പ്രസ് അതിതാ ഇവിടെ തിരികെയാണ്. ബാന്ദ്ര ബാട്ട്മേർ. ഞങ്ങൾ രാവിലെ ജോധ്പൂരിൽ തന്നെ പഴവും ഓറഞ്ചൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അത് വാങ്ങിച്ചത് എന്തൊരു ഉപകാരമാണെന്നറിയാം. ഇതിലേക്കൂടെ ഒരു ഫുഡ് പോലും പോകുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ റൂട്ടിലേക്കൂടെയൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾ ഫുഡൊക്കെ കരുതിയിട്ട് വരിക. പ്രധാനപ്പെട്ട നമുക്ക് വേറൊന്നും വാങ്ങിച്ചിട്ട് കെട്ടി വരാനൊന്നും പറ്റില്ല. ഫ്രൂട്ട്സാണ് മെയിനായിട്ട്. ഈ ഒരു ഒട്ടും ചൂടാണ്. ഈ ഒരു അപ്പർ ബർത്തിൻ്റെ മേലേക്ക് എങ്ങനെ ഇരിക്കുന്നത് അറിയാം. വേർത്തിങ്ങനെ ഒരു പരുവായിട്ടാണ് ഉള്ളത്. ഇനിയിപ്പോൾ ഓറഞ്ച് ഉണ്ട്, പഴമുണ്ട്. ഓൾറെഡി ഒരു പഴം നമുക്ക് ഓൾറെഡി കഴിച്ചുമല്ലോ. അതുപോലെ തന്നെ വേറെ ഫുഡ് നമ്മളിങ്ങനെ ബിരിയാണി അല്ലെങ്കിൽ അതൊന്നും ഇവിടെ കിട്ടൂല. അത് കഴിക്കാൻ പറ്റില്ല ഈ സമയത്ത്. ട്രെയിൻ ഇപ്പം മർവാഡ് ബിൻമാൽ എന്ന് പറഞ്ഞിട്ടൊരു റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. എല്ലാവരും ജനറൽ ടിക്കറ്റ് എടുത്തിട്ട് സ്ലീപ്പറിലേക്ക് തന്നെയാണ് കയറുന്നത്. അങ്ങനെ
റിസർവേഷൻ കോച്ച് അങ്ങനത്തെ ഒരു പരിഗണനയെ ഇവിടെ നൽകുന്നില്ല കേട്ടോ. പക്ഷെ ടി ടി ഇടയ്ക്ക് വരുന്നുണ്ട്, അന്നേരം എല്ലാവരും പോകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കയറുമ്പോൾ പറഞ്ഞു ജോധ്പൂർ ഇരുന്ന് നമ്മുടെ അഹമ്മദാബാദിലേക്ക് പോകുന്ന ആ റൂട്ട് പകൽ നമ്മൾ യാത്ര ചെയ്തില്ലാന്ന്. ശരിക്കും പറഞ്ഞാൽ അത് ഈ ഒരു റൂട്ടല്ല. ആ റൂട്ട് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ലൂണി ജംഗ്ഷൻ കാണിച്ചത്, ലൂണിന്ന് നേരെ നമ്മുടെ മർവാഡ്, പലമ്പൂര്, അബുറോഡ് വഴി നേരെ മഹേസാന ജംഗ്ഷനിൽ കയറും. നമ്മുടെ സൂര്യനഗരിയും റണാക്പൂരും വന്ദേ ഭാരതൊക്കെ നമ്മുടെ ഇസാർ വണ്ടിയും കൊച്ചുവേളി ശ്രീഗംഗാനഗർ വണ്ടിയൊക്കെ പോകുന്ന റൂട്ട് അതാണ്. ഇത് വേറെ റൂട്ട്. ഇത് നേരെ നമ്മുടെ ലൂണിന്ന് വേറൊരു റൂട്ട്, നേരെ അത് കയറുന്നത് മഹാസാന ജംഗ്ഷൻ തന്നെ. അല്ല, ഇത് ഞങ്ങൾ ഇതുവരെ ട്രാവൽ ചെയ്യാത്തൊരു റൂട്ടാണ്. രാജസ്ഥാനിൽ നിന്നൊക്കെ മാറി ഇപ്പൊ ഗുജറാത്തിലേക്ക് കയറിയിരിക്കുകയാണ്. മുഴുവൻ ഇപ്പൊ കൃഷിപ്പാടാണ്. ആ ഒരു മരുപ്രദേശത്തൊക്കെ മാറി ഇപ്പൊ മൊത്തം കൃഷിയുള്ള ഒരു ഭാഗം. ചൂടിന് കുറവൊന്നുമില്ല കേട്ടോ. ചൂടിനങ്ങനെ രാജസ്ഥാൻ ഗുജറാത്ത് ഒന്നുമില്ല. ഈ ഒരു ഭാഗത്തൊക്കെ നല്ല ചൂട് തന്നെയാണ്. സമയം ഇപ്പം 4 മണി കഴിഞ്ഞു. ട്രെയിൻ ഒരു റെയിൽവേ സ്റ്റേഷനിലെത്താനായി. അതിന് പുറമെ തന്നെ ഇവിടുന്ന് ഇതാ വേറൊരു ട്രാക്ക് വരുന്നുണ്ട്. ഇതൊരു ജംഗ്ഷനാണ് ഇനി വരുന്നത്, ബിൽദി ജംഗ്ഷൻ. സമയം ഇപ്പം 4:52 ബിൽദി ജംഗ്ഷൻ. ബിൽദി ഇവിടെ ബിഫോർ ടൈമിനാണ് വണ്ടി എത്തിയത്. ബിൽഡി ജംഗ്ഷനിൽ 5 മിനിറ്റ് സ്റ്റോപ്പ്. നേരത്തെ വന്നുകൊണ്ട് ഒരുപാട് സമയം ഇപ്പോൾ ഇവിടെ നിൽക്കും. പിന്നെ വേറൊരു കാര്യം, ഈ ഒരു റൂട്ടിലൂടെ ഇതേ ട്രെയിനിൽ തന്നെ നിങ്ങൾ വരുവാണെങ്കിൽ നിങ്ങളോടൊന്ന് പറയാനുള്ളത്, നിങ്ങളൊക്കെ ഫുഡ് ക്യാരി ചെയ്തിട്ട് വരിക. കാരണം ഇതിൽ ആകെ പോകുന്നത് ഐസ്ക്രീമും വെള്ളവും മാത്രമേ വരുന്നുള്ളൂ. അതുപോലെ തന്നെ ഇടയ്ക്ക് റെയറായിട്ട് സമൂസ എന്നൊക്കെ പറഞ്ഞിട്ട് പോകും. പിന്നെ നമ്മൾ ഈ വിചാരിക്കുന്ന പോലെ എന്താ പറയുക, നമുക്ക് കഴിക്കാനായിട്ട് ചിലപ്പം എല്ലാവർക്കും തോന്നണമെന്നില്ല. ഈ രാജസ്ഥാനിലെയും ചില ഗുജറാത്തിൻ്റെ കുറച്ചുള്ളിലെയും നമ്മുടെ നോർത്ത് ഇന്ത്യ ഏത് ഭാഗത്ത് പോയി കഴിഞ്ഞാലും നമ്മുടെ നാട് പോലെ നല്ല രീതിയിലൊന്നും ഫുഡ് കിട്ടണമെന്നില്ല. അതെ 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 അതെ. ഒരു ഡബിൾ ഡെക്കർ കണ്ടെയ്നർ ട്രെയിൻ വരുന്നുണ്ടേ. അയ്യോ, ഹെവി പവർ വണ്ടി. ഡബിൾ ഡെക്കറാണ്. എന്തൊരു പവർ വേണമെന്നറിയാം ആ ഒരു ലോക്കോമോട്ടീവിന്. ഇത് നമ്മുടെ നാട്ടിലേക്കൊന്നും വരില്ല കേട്ടോ. ഇത് ഈ സൈഡിലോട്ടേ ഇതിലുള്ള കൂടുതലായിട്ടും. അത് കഴിഞ്ഞു. അതങ്ങ് പോയി. സമയം ഇപ്പം 5:50. ട്രെയിൻ ഇപ്പോൾ പഠാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഒരു സ്ഥലത്തിന് വലിയൊരു പ്രത്യേകതയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നിർത്തട്ടെ ട്രെയിൻ. ഇവിടെ കണ്ടതാ അൺറിസർവ്ഡ് കോച്ച് സ്ലീപ്പർ ക്ലാസ്സെല്ലാം ഒന്നായി തോന്നുന്നു. എന്താ അല്ലേ, ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്രൗഡാണ്. എന്താ അല്ലേ, എന്താ തല്ലിമുടി ഉണ്ടാക്കുക ഇവിടെ അതൊക്കെ സ്വാഭാവികമാണ്. അതെ, ഈ ഒരു ഭാഗത്തിൻ്റെ ഒരു വലിയൊരു പ്രത്യേകത, ഗുജറാത്തിലെ ഒരു ഹിസ്റ്റോറിക്കൽ ലാൻഡ്മാർക്ക് ആയിട്ടുള്ള റാണി കി വേവ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. ഇവിടുന്ന് ഒരു 3.5 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് പോകാനുണ്ട്. അതെന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി നമ്മൾ ദിനം പ്രതി ഉപയോഗിക്കുന്ന 100 രൂപ നോട്ടില്ലേ, ആ 100 രൂപ നോട്ടിന്റെ പുറകിൽ കാണുന്ന ഇതാണ് റാണി കി വേവ്. ഇവിടെ എഴുതിയിട്ടുണ്ട് റാണി കി വേവ്, നല്ല രീതിയിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പൊ റാണി കി വേവ് എന്ന് പറഞ്ഞാല് കിങ്സ് വേവ് എന്ന് പറയും. അതായത് ഒരു സ്റ്റെപ്പ് വെൽ, ഒരു പടിക്കിണറാണ് ആ സംഭവം. അതായത് 2014 യുനെസ്കോന്റെ ലോക പൈതൃക ആ ഒരു സൈറ്റിൽ ഇടം നേടിയതാണ്. 2018 നമ്മുടെ ഈ RBI നമ്മുടെ ഈ 100 രൂപയിൽ ഫീച്ചർ ചെയ്തത്. സമയം ഇപ്പം 6:30. മഹേസാന റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുക. ഇത് പലമ്പൂർ അബു റോഡ് ലൈനാണ്. വന്ദേ ഭാരതും സൂര്യനഗരിയും അതൊക്കെ വരുന്ന ആ ഒരു ട്രാക്ക്. അപ്പോൾ രണ്ടും കൂടി ഒന്നിക്കുകയാണ് ഇവിടുന്ന്. ഇപ്പോൾ സബർമതിയിലേക്ക് ആ ഒരു അഹമ്മദാബാദ് സൈഡിലോട്ട് എല്ലാം പോകുന്ന ഒരേ റൂട്ട്. സമയം 6:38. മഹേസാന റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സൈഡിലല്ല പ്ലാറ്റ്ഫോം വരുന്നത്. WG4G.
മഹേസന റെയിൽവേ സ്റ്റേഷനിൽ നമ്മളെ ട്രെയിൻ 5 മിനിറ്റിൻ്റെ സ്റ്റോപ്പ്. ഇനിയിപ്പോൾ അടുത്ത ആ സ്റ്റോപ്പാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. അവിടത്തേക്ക് 62 കിലോമീറ്റർ ഉണ്ട്, സബർമതി. ജനറൽ ടിക്കറ്റ് ആരൊക്കെ ഇതാ ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്. രാജസ്ഥാനിലെ ജോധ്പൂരിൽ നിന്നും 457 കിലോമീറ്റർ യാത്ര ചെയ്ത് ഗുജറാത്തിലെ സബർമതി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം 7:58. ഭാഗ്യത്തിന് ഇവിടെ തന്നെയാണ് പ്ലാറ്റ്ഫോം വന്നിട്ടുള്ളത്. സബർമതി. ഇവിടെ തന്നെ ഇതിപ്പോൾ കൊണ്ട് നിർത്തും. കുറേ നേരം ഇത് ഔട്ടറിൽ കൊണ്ടു നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇത് കുറേ ടൈം പോയി. ഇവിടെ 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ വണ്ടി വന്നത്. ഇനിയിപ്പോൾ ഇത് 10:15 ജയ്സാൽമീറിലോട്ട് പോകട്ടോ. ഇത് റേക്ക് ഷെയറിംഗ് ഉണ്ട്, നേരത്തെ പറഞ്ഞല്ലോ. ജയ്സാൽമീർ എക്സ്പ്രസ് ആയിട്ട് ഇത് പോകും. ഇനിയിപ്പോൾ ഇവിടെ നേരെ നമുക്ക് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമുള്ള ആ ഒരു ഭാഗത്തേക്ക് പോകും. ഇപ്പം സമയം കറക്റ്റ് 8 മണിയായി. ഇതാണ് 1-ാം നമ്പർ പ്ലാറ്റ്ഫോം. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ പുറത്തോട്ട് പോകും. നല്ല തിരക്കാ. ഇവിടെ സബർമതി എന്ന് എഴുതിയിട്ടൊരു ബോർഡ് ഉണ്ട്. ഇത് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഇതൊക്കെ ഞങ്ങൾ അന്ന് ജയ്സാൽമീറിലോട്ട് പോകുന്ന വണ്ടിക്ക് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അവിടെയാണ് അവിടെ ഒരു ഗാന്ധിജീൻ്റെ സ്റ്റാച്ചു ഉണ്ട്. 8:04 സമയം. സബർമതി ആ ഒരു ബോർഡിന്റെ താഴെ ഗാന്ധിജി ചർക്ക നെയ്യുന്ന ഒരു ഫോട്ടോ ഉണ്ട്. ഒരു വലിയൊരു ഫോട്ടോ തന്നെ ഉണ്ട്. ഇവിടെ ഇറങ്ങി വരുന്ന ആൾക്കാരെക്കാട്ടി കൂടുതൽ ഈ ഓട്ടോ ചേട്ടന്മാരാ കൂടുതലായിട്ടും ഉള്ളത്. കാര്യം കാലുപ്പൂര്, അതായത് അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷന്റെ ആ ഒരു ഭാഗത്തേക്കുള്ള ഭാഗമാണ് കാലുപ്പൂര് എന്ന് പറഞ്ഞാൽ. അവിടത്തോട്ട് പോകണോ എന്ന് എല്ലാവരും ചോദിക്കുന്നത്. നമുക്ക് ആദ്യം അവിടത്തോട്ട് പോകണം, പക്ഷേ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോവാം. കാരണം ഞങ്ങൾ അവിടെ നിന്നൊന്നും കഴിച്ചില്ലല്ലോ, ട്രെയിനിലൊന്നും കഴിച്ചില്ലല്ലോ. ഇവിടെ തന്നെ പുറത്തുതന്നെ ഒരു നല്ലൊരു ഹോട്ടലുണ്ട്. അവിടെ പോയി ഭക്ഷണം കഴിച്ച ശേഷം പിന്നെ ഇവിടെ സ്റ്റേ ഉണ്ട്, നേരെ അങ്ങോട്ട് പോകാം അല്ലേ? ഞങ്ങൾ ഇവിടെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഞാൻ പറഞ്ഞത് വെജ് പുലാവാണ്, നവി പറഞ്ഞത് മസാല ദോശ. ഈ നവീൻ്റെ മസാല ദോശ പെട്ടെന്ന് തന്നെ വന്ന് ഇത് സാമ്പാറാണ്, ഇത് ചട്നി ഉണ്ട്. 2 തരത്തിലുള്ള ചട്നി കാണുന്നുണ്ട്. അപ്പോൾ കഴിച്ചോ. വെജ് പുലാവ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇത് നേരെ എന്നോട്ട് നട്ടാ. അപ്പം ഇതും വെജ് പുലാവും മസാല ദോശയാണ് ഇന്നത്തെ രാത്രിക്കത് നമ്മുടെ ഭക്ഷണം. സബർമതി റെയിൽവേ സ്റ്റേഷൻ അവിടെയാണ്. അതിന് നേരെ ഓപ്പോസിറ്റുള്ള ഇതാ ഇവിടെ തന്നെ സൗത്ത് ഇന്ത്യൻ ഫിഷ് താലി, അതുപോലെ തന്നെ പാവ് ബജി, ഇതൊക്കെയുള്ള ഈ ഒരു ഭാഗത്ത് വന്നിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിച്ചത്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുത്തെ നിയറസ്റ്റ് മെട്രോ സ്റ്റേഷനായ AECയിലോട്ട് പോവുകയാണ്. തൊട്ടടുത്ത് തന്നെയാണ്, നമുക്ക് നടന്നിട്ട് തന്നെ പോവാം. അവിടുന്ന് നമുക്ക് നേരെ അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തേക്ക് പോവാം, കാലുപ്പൂര് ഭാഗം. AEC മെട്രോ സ്റ്റേഷനിൽ ഞങ്ങളിത് നടന്നിട്ട് എത്തിയിരിക്കുകയാണ്. സബർമതി റെയിൽവേ സ്റ്റേഷനിൽ 700 മീറ്റർ മാത്രമേ ഉള്ളൂ ഇവിടത്തോട്ട് വരാൻ വേണ്ടിയിട്ട് കേട്ടോ. അത് മാത്രമല്ല, നിങ്ങൾ നേരെ ഇവിടുന്ന് ഇനിയിപ്പോൾ അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്കാണ് പോവുകയാണെങ്കിൽ കാലിപ്പൂർ മെട്രോ സ്റ്റേഷനുള്ള ഭാഗത്തേക്കാണ് കയറേണ്ടത്. ഇപ്പോൾ നമ്മൾ നേരെ പോയി ടിക്കറ്റ് എടുക്കട്ടെ. നമ്മളിപ്പോൾ ഉള്ളത് AECയിലാണ്. AECന്ന് മൊട്ടേറ സ്റ്റേഡിയത്തിലേക്ക് വേറെ ഒരു ലൈനും പോകുന്നുണ്ട്. അതുപോലെ നമുക്ക് പോകേണ്ടത് ഓൾഡ് ഹൈക്കോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗത്തേക്കാണ്. അവിടുന്ന് ഇൻ്റർചേഞ്ച് ചെയ്യാനുണ്ട്. അവിടുന്ന് വീണ്ടും കാലിപ്പൂര് ഭാഗത്തേക്ക് ആദ്യം കയറണം. മെട്രോയിലൊന്നും വലിയ തിരക്കേ ഇല്ല, അല്ലെങ്കിൽ ചില സമയത്താണ് നല്ല തിരക്കുണ്ടാവും. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വേൾഡ് കപ്പ് മാച്ചൊക്കെ കാണാൻ പോകുന്ന സമയത്താണ് എൻ്റെ അമ്മ ഞെങ്ങിയാ പോയത്. ഇവിടെ IPL നടക്കുന്ന സമയത്ത് നല്ല തിരക്കായിരിക്കും. ആ ഡേറ്റിൽ ഇന്നിവിടെ അഹമ്മദാബാദ് മാച്ചില്ല. നമ്മളിവിടെ കലിപ്പൂർ മെട്രോ സ്റ്റേഷൻ്റെ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നേരെ ഈ വഴിയാണ് നമുക്ക് ആ ഒരു അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗം വരുന്നത്. നമ്മുടെ ആ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്ത് തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ള റൂമും വരുന്നത്. അവിടുന്ന് ഒരു 550 മീറ്റർ കണ്ടേ പോകാനുള്ളൂ. അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ഞങ്ങൾ എടുത്ത റൂം ഇതാണ്. ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റൂമാണ്. റെയിൽവേ സ്റ്റേഷനിൽ കറക്റ്റ് 750 മീറ്റർ മാറിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. ഞങ്ങൾക്ക് ഇവിടെ വന്നത് വെറും 650 രൂപയാണ്. ഓൺലൈൻ വഴി പെട്ടെന്ന് തന്നെ നിങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായി. പിന്നെ വെച്ചാൽ ആകെ തളർന്നു പോയി പറയാം. വേറെ രാജസ്ഥാനിലും ആ ഗുജറാത്തിലും ആ ഉച്ച സമയത്ത് ആ പൊരിഞ്ഞ വെയിലല്ലേ, സഹിക്കാൻ പറ്റാത്ത ചൂട്. സത്യം പറയാനല്ലോ, അധികം ട്രെയിനിൽ ഫുഡൊന്നും അധികം കിട്ടിയിട്ടില്ല. വെള്ളത്തിന്റെ ക്ഷാമം, വെള്ളം എന്ന് പറഞ്ഞാൽ എത്ര കുപ്പി വെള്ളം കുടിച്ചു നിന്ന് ഇന്നൊരു 10-12 കുപ്പിയൊക്കെ കുടിച്ച് തീർത്തിട്ടുണ്ടാവും. ജോധ്പൂര് മുതൽ ഇപ്പൊ ഇറങ്ങുന്നത് കഴിഞ്ഞ അവിടെ ഒരു കുപ്പി തീർക്കുകയും ചെയ്തു. അപ്പൊ എന്താ പറയാ, ഇന്നൊരു ജോധ്പൂരിൽ തുടങ്ങിയ യാത്ര ഇവിടെ അഹമ്മദാബാദ് എത്തിയ സ്ഥിതിക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ദിവസം അഹമ്മദാബാദിൽ ഒരു കിടിലം കാഴ്ചയുണ്ട്, അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരിക്കും. അപ്പൊ നമുക്ക് മറ്റു വീഡിയോ ബൈ.